ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കുമ്പളങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുക. ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയ കുമ്പളങ്ങ ചേർക്കുക. ഞാൻ 200 ഗ്രാം കുമ്പളങ്ങ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ പൊടി പോലെ അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം. പച്ച നിറത്തിലെ പച്ചമുളകാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഇത് നല്ലതുപോലെ തിളക്കാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ റെഡിയാക്കി എടുക്കാം. മസാലപ്പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം. അതിനു വേണ്ടി ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ തുടരെ ഇളക്കി കൊടുത്ത് ചൂടാക്കുക. ലോ ഫ്ലെയിമിൽ വേണം ചൂടാക്കാനായിട്ട്. നല്ലതുപോലെ ചൂടായ മണം വരുമ്പോഴേക്കും ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി തിളച്ചുകൊണ്ടിരിക്കുന്ന കുമ്പളങ്ങ കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഈ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള വറവ് റെഡിയാക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കാം. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പൊട്ടുന്നത് വരെ ചൂടാക്കുക. കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 6-7 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം. തുടരെ ഇളക്കി കൊടുത്ത് ഇത് ചുവന്നു വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഉള്ളിയെല്ലാം നല്ലതുപോലെ ചുവന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ചൂടാക്കി സ്റ്റൗവിൽ നിന്ന് മാറ്റാം. കുമ്പളങ്ങ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ എണ്ണയിൽ വറുത്ത് വെച്ചിരിക്കുന്ന വറവ് ചേർത്ത് കൊടുക്കാം. വറവ് ചേർത്തതിന് ശേഷം കുമ്പളങ്ങ കഷ്ണങ്ങളുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. 1 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കുക. ഈ എണ്ണയൊക്കെ നല്ലതുപോലെ കഷ്ണങ്ങളിൽ പിടിക്കും. ഇനി മൂടി വെച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് എണ്ണയിൽ മസാലയൊന്നും വഴറ്റൊന്നും വേണ്ട. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ കുമ്പളങ്ങ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.